കിരീടം നിലനിർത്താനുള്ള കഠിന പ്രയത്നത്തിലാണ് കാലിക്കറ്റ് FC. മുന്നേറ്റ നിരയിലും മധ്യനിരയിലും പ്രതിരോധത്തിലും മാത്രമല്ല, ഗോൾ വലയ്ക്ക് കീഴിലും ഇക്കുറി മാറ്റത്തോടെയാണ് കാലിക്കറ്റ് FC ഇറങ്ങുന്നത്. ആദ്യ സീസണിലെ മിന്നും ഗോൾ കീപ്പർ ഹജ്മലിനെ കോഴിക്കോട് സ്വന്തം പാളയത്തിലെത്തിച്ചു. ഹജ്മലിനൊപ്പം ഷാരോണും ഗ്ലൗസ് ഇട്ട കൈകളുമായി കോഴിക്കോടിനെ കാക്കും. ഇരുവരും മീഡിയ വണിനൊപ്പം ചേരുകയാണ്. കോഴിക്കോടിന്റെ വല കാക്കാൻ ഇക്കുറി കരുത്തരായ ഗോൾ കീപ്പർമാരാണുള്ളത്. ഹജ്മൽ കഴിഞ്ഞ തവണത്തെ ഗോൾഡൻ ഗ്ലൗ നേടിയ താരം കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് എത്തുന്നു. കഴിഞ്ഞ തവണത്തെ നിരാശയുണ്ട്, കപ്പടിക്കാത്ത നിരാശയുണ്ട്. പക്ഷെ ഇത്തവണ ചാമ്പ്യൻ ടീമിനൊപ്പമാണ്. വളരെ അധികം സന്തോഷമുണ്ട് ഇത്തവണ കാലിക്കറ്റിൽ നിന്ന് ഒരു വിളി വന്നതിൽ. പിന്നെ നല്ലൊരു ഇപ്പോൾ നല്ല രീതിക്കാണ് മുന്നോട്ട് പോകുന്നത് ക്യാമ്പും കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും നല്ലൊരു മത്സരം തന്നെയായിരിക്കും കാഴ്ചവെക്കുക. അങ്ങനെയുണ്ട് കോഴിക്കോടിന്റെ ഒരു വൈബ്. കോഴിക്കോടിൻ്റെ വൈബ് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് മഴയുടെ ഒരു ഇതാണ്. അപ്പോൾ അതുകാരം കൊണ്ട് നമുക്ക് കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളും കുറച്ച് ഹാർഡായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ 2 പ്രാക്ടീസ് മാച്ചൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. കഴിഞ്ഞ തവണത്തെ വ്യക്തിഗതമായിട്ടുള്ള പെർഫോമൻസ് നമുക്കറിയാം. പല മത്സരങ്ങളിലും ഒറ്റയ്ക്ക് ജയിപ്പിച്ചതാണ്. ഇക്കുറി അതിനുശേഷമുള്ള ഒരു കാലയളവിൽ പരിശീലനമൊക്കെ വളരെ കൃത്യമായി നടന്നിരുന്നു. എന്താണ് ഒരു പ്രതീക്ഷ? പരിശീലനം വളരെ നല്ലൊരു കൃത്യമായിട്ടാണ് പോകുന്നത്. പിന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തരുന്നുണ്ട്. ഓക്കെ, ഷാരോൺ ഇപ്പോൾ ഒരു താരമാണ് കേട്ടോ. ഇത്തവണ ഗോൾ വല കാക്കാൻ ഹജ്മലിനൊപ്പം തന്നെ ഷാരോൺ. എങ്ങനെയുണ്ട് പ്രാക്ടീസ് നല്ല രീതിയിൽ പോകുന്നത്? ഇറ്റ്സ് ഗുഡ് ആൻഡ് അടിപൊളിയാണ്. ട്രെയിനിങ് നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ടു പ്ലേ. പറയുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ കേരളത്തിലെ എല്ലാ പ്ലേയേഴ്സിനും ലോക്കൽ പ്ലേയേഴ്സിനായാലും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇറ്റ്സ് എ ബിഗ് പ്ലാറ്റ്ഫോം ടു ലൈക്ക് എന്താ പറയുക, കാഴ്ചവെക്കാൻ നമ്മളെ ടാലൻറ്റും കാര്യങ്ങളൊക്കെ. ഇറ്റ്സ് ഗുഡ്. ട്രെയിനിങ് ഈസ് ഗുഡ്. എല്ലാവരും ഭയങ്കര 3rd week we are focusing for ലൈക്ക് അഗെയിൻസ്റ്റ് ഓസ കൊച്ചി. ഇറ്റ്സ് എ ഗുഡ് സൈഡ്. ഒരുപാട് പുറത്തൊക്കെ പോയി കളിച്ച് വരുമ്പോൾ തിരിച്ച് കോഴിക്കോടേക്ക് വരുമ്പോൾ ഒരു നാട്ടിലേക്ക് വരുമ്പോൾ ഒട്ടപ്പുറത്തല്ലേ, മലപ്പുറത്താണ് അല്ലേ? മലപ്പുറത്താണ്, വീട് മലപ്പുറത്താണ്. പക്ഷേ കോഴിക്കോടാണ് കളിക്കുന്നത്. പക്ഷേ 2 ഫുട്ബോൾ കൾച്ചർ അടിപൊളിയാണ് ഇവിടെ. ഫാൻസ് എല്ലാവരും വരണം, മാച്ച് കാണാൻ സപ്പോർട്ട് ചെയ്യണം. അറിയാം, നല്ല ഫാൻസാണ് കാലിക്കറ്റിൽ. ഫുട്ബോളിനായാലും മലപ്പുറം ആയാലും നല്ലൊരു ടഫായിരിക്കും. 2 കാണികളും തമ്മിൽ നല്ല ഫൈറ്റ് ആയിരിക്കും. ഞാൻ പറയുന്നത് നല്ല ഫുട്ബോൾ ആര് കളിക്കുന്നു അവർക്കൊപ്പം 2 സ്ഥലത്തെയും കാണികൾ അല്ലേ? അതുണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. മലപ്പുറം എന്ന് പറയുമ്പോൾ ഫുട്ബോളിന്റെ മെക്കയാണ്. അപ്പോൾ ഇവിടെ വന്ന് കളിക്കുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അജ്മലും ഷാരോണും കേട്ടോ വളരെ ശക്തരായിട്ടുള്ള ഗോൾ കീപ്പർമാരാണ്. പന്തുമായി വരുന്ന മുന്നേറ്റക്കാരെ നിങ്ങൾ കരുതിയിരുന്നോളൂ. പെട്ടെന്നൊന്നും അങ്ങനെ വലയിലേക്ക് ആ പന്ത് പോകില്ല. താങ്ക് യു. കോഴിക്കോട് സെറ്റാണ് കേട്ടോ. ശരത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.